ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മളെല്ലാം കാണുന്ന പോലെ തലയോർത്ത് നിൽക്കുന്ന 4 STS ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 16 എന്ന് പറയുന്ന കപ്പൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 6 കാൻഡിലിവർ റൈൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനുമായിട്ടാണ് നമ്മുടെ ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ നിന്നും ഷെൻഹുവ 16 നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടുള്ളത്. അത് 3 ക്രെയിനുകൾ അൺലോഡ് ചെയ്തിരിക്കുന്നു. ഇനി 3 ക്രെയിനാണ് അൺലോഡ് ചെയ്യാനുള്ളത്. അതിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ്. നമുക്കിനി അടുത്ത് പോകേണ്ടത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ വർക്കിലേക്കാണ് പോകുന്നത്. കടലിനടിയിലെ ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം നമുക്കിവിടെ പൊസിഷൻ ബാർജ് കാണാൻ സാധിക്കില്ല. ഇനിയുള്ള വർക്കാവട്ടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുള്ള, അതായത് ഫൈനൽ വർക്കിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ബ്രേക്ക് വാട്ടർ ബലപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഹെവി സ്റ്റോണുകൾ നിരത്തുന്നതും അതുമാത്രമല്ല ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതുമായ ജോലികളാണ് നടക്കുന്നത്. നമുക്കിവിടെ ഇഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇഞ്ചിൻലെസ് ബാർജിൽ ഒരു എക്സ്കവേറ്ററുമുണ്ട്. നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലും എക്സ്കവേറ്ററുണ്ട്. ധാരാളമായി എക്സ്കവേറ്റർ കാണാൻ സാധിക്കുന്നു. ഡേ നൈറ്റാണ് വർക്കെല്ലാം നടക്കുന്നത്. ഹെവി തിരമാല വന്നാലും സ്ട്രക്ചർ ഘടനയ്ക്ക് മാറ്റം വരുത്താത്ത രീതിയിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന എപ്പോഴും വീഡിയോയിൽ പറയാനുള്ള പച്ച ക്രെയിൻ ഇനി വളരെ കുറച്ച് ദൂരം കൂടി മൂവ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ ഫസ്റ്റ് സ്റ്റേജിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ലോറികളിലായിട്ട് ഈ പറയുന്ന നാച്ചർ സ്റ്റോണും പൊടുമാറ്റ ലോറികൾ വെയിറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇതാണ് ഈ ഭാഗത്ത് നടക്കുന്ന വർക്കുകൾ. കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ വേഗത്തിലാണ് വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ ഹെവി സ്റ്റോണുകൾ കൊണ്ട് ലെവൽ ചെയ്തിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്ന പോർട്ടിൻ്റെ അകത്ത വശം, അതായത് പോർട്ടിൻ്റെ അകത്ത് നോക്കുന്നുള്ള വശത്തെല്ലാം ഈ പറയുന്ന ഹെവി സ്റ്റോണുകൾ കൊണ്ട് ഇങ്ങനെ ലെവൽ ചെയ്യുന്നു. പോർട്ടിൻ്റെ മറുവശം, അതായത് കടലിന് അഭിമുഖമായിട്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം ആക്രോപോഡും ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ വർക്കാണ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വർക്കെല്ലാം പൂർണ്ണമായിട്ട് കഴിയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ വളരെ വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫുൾ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ. എൻഡ് ഓൺ ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഹെവി എക്സ്കവേറ്ററും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കറിയേണ്ടത് വളരെ വേഗത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബെർത്തിൻ്റെ വർക്കുകളാണ് അറിയേണ്ടത്. ബെർത്തിൻ്റെ ക്രെയിനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഈ ബെർത്തിലാണ് ഈ ബെർത്തിൽ തന്നെയാണ് ഷെൻഹുവ 16 ഉള്ളത്. അതുമാത്രമല്ല, നമുക്ക് ബെർത്തിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിയ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഈ പറഞ്ഞ കെട്ടിയെടുത്തിട്ടുള്ള ഒരു വർക്ക്, അതായത് നാച്ചർ സ്റ്റോൺ കൊണ്ട് കവർ ചെയ്ത വർക്ക് വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഈ ഭാഗത്തെല്ലാം നടക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി അടുത്തുള്ള വിഷ്വലുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് ഷൂട്ട് ചെയ്യാം. അതിന് മുന്നേ ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിഷ്വൽസ് നമുക്ക് ആദ്യം നോക്കാം. ആ വർക്കുകളാണ് ഈ ഭാഗത്ത് മൊത്തവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഈ ഭാഗത്ത് നടക്കുന്ന ആ വർക്കെല്ലാം പുരോഗമിക്കുകയാണ്. ഒരിടത്തും ഒരു ലാഗ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കിനി കുറച്ചുകൂടി അടുത്ത് പോയി കഴിഞ്ഞാൽ ആ വർക്കിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം, നമ്മൾ 4-5 ഭാഗത്തു നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വിഷ്വലിലേക്ക് പോകാം. കുറച്ചുകൂടി അടുത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബെർത്തിൻ്റെ പേരലായിട്ട് തന്നെ നമ്മൾ യാർഡ് എക്സ്റ്റൻഷന് വേണ്ടി ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ കെട്ടിയെടുത്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഹൈറ്റാണ് ഇപ്പോൾ കൂടുന്ന പണികളെല്ലാം നടക്കുന്നത്. ഉണ്ടോ, ഹെവി നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചാണ് ആ വർക്കുകളെല്ലാം നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ കുറച്ച് ഹൈറ്റാണ് കണ്ടെങ്കിൽ ഇപ്പോൾ വളരെ വലിയ ഹൈറ്റിലേക്ക് ഇത് പോയിരിക്കുന്നു. ഉണ്ടോ, ഈ ഭാഗത്തെല്ലാം ഹൈറ്റ് കൂട്ടുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹെവി ലോറികളിലെ സ്റ്റോൺ കൊണ്ടുവന്നതും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ഈ ഭാഗത്ത് നടക്കുന്ന വർക്കുകൾ. ഇതാദ്യമായി ചെയ്ത് നമുക്ക് ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബാരക്കേഡ് പോലെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ കൂട്ടി ബെർത്തിൻ്റെ പേരിലാക്കി മാറ്റിയിരിക്കുന്നു. കാരണം യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഈ ഭാഗം ഉപയോഗിച്ചിട്ടുള്ളത്. ആ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഷെൻഹുവ 16 നമുക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന പൊസിഷനിലാണുള്ളത്. ഇപ്പോഴും വന്നൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഡ്രഡ്ജ് ചെയ്ത ആ മണലും വെള്ളവും നമുക്ക് യാർഡിലേക്ക് വരുന്ന ആ ഓസ് നമുക്ക് കടലിൻ്റെ പുറത്ത് വളരെ കുറച്ച് ഭാഗമാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ ഹെവി ഓസാണ് ഇവിടെ മടക്കിയിട്ടിരിക്കുന്നത്. കാരണം ഇതിൽ വേറൊന്നുമല്ല, ഇനി നമുക്ക് ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യം
വരുന്നില്ല. കാരണം യാർഡ് എക്സ്റ്റൻഷൻ ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റാൻഡെല്ലാം നമുക്ക് ഫസ്റ്റ് ഫേസിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഈ ഓസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും വലിപ്പമുണ്ട്, നമുക്ക് അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കണ്ടോ, ഇത്രയും വലിപ്പമുള്ള ഓസാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ധാരാളം എക്സ്കവേറ്റർ ഒരേ സമയത്ത് ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഈ പണികളെല്ലാം പുരോഗമിക്കുന്നത്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ മണലിലെ വെള്ളം മാക്സിമം പോയതിന് ശേഷം നമ്മൾ വളരെ ദൂരെ കണ്ടതുപോലെ ഇൻ്റർലോക്ക് ഇട്ട് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകളാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെക്കാട്ടിയും വളരെ വ്യത്യാസമുണ്ട്. വളരെ കൂടുതൽ വർക്കുകളാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലെ യാർഡ് എക്സ്റ്റൻഷൻ വർക്ക് നടക്കുന്നത്. നമുക്ക് വന്ന 6 കാൻറ്റിലിവർ റെയിൻ മൗണ്ടഡ് 6 ക്രെയിനുകളിൽ 3 ക്രെയിന് ഇറക്കി യാർഡിലേക്ക് മാറ്റിയിരിക്കുന്നു. നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോയാൽ മാത്രമേ അത് എവിടേക്കും മാറ്റിയെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. എ സീരീസും ബി സീരീസും 2 സീരീസിലെ ക്രെയിനുമായിട്ടാണ് നമ്മുടെ ഷെൻഹുവ 16 ഇവിടെയുള്ളത്. ഇപ്പോഴും അൺലോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ഒരു ഗ്രൗണ്ട് മാതിരി തന്നെ, അതായത് നമുക്ക് എവിടെ നോക്കിയാലും വളരെ വ്യക്തമായിട്ട് യാർഡ് കാണുന്ന വിധത്തിലാണ് ഇപ്പോൾ വർക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ? ഷെൻഹുവ 16 വരുന്നതും ബർത്തിലേക്ക് മൂറിങ് നടത്തുന്നതുമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. കാണാത്ത ദയവ് ചെയ്തൊന്ന് കണ്ടു നോക്കുക. ഷെൻഹുവ 16 പോയിട്ടില്ല. ഷെൻഹുവ 16 മൂറിങ്ങിൽ തന്നെയാണ്. 3 ക്രെയിനോട് ഇറക്കിയാൽ മാത്രമേ പോകുള്ളൂ. ഇതാണ് ഇറക്കേണ്ട 3 ക്രെയിനിൻ്റെ അവസ്ഥ. ഇപ്പോൾ പലർക്കും സംശയം എൻ്റെ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ കപ്പലിൽ നിന്ന് എങ്ങനെയാണ് ക്രെയിൻ ഇറക്കുന്നത് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നിലവിൽ ഈ ബെർത്തിനെ കാട്ടിയും കപ്പൽ വന്നു നിൽക്കുന്ന സമയത്ത് വളരെ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ബെർത്തിൻ്റെ അതേ പാരൽ ലെവലിലേക്ക് കപ്പലിനെ താക്കുവാണ്. അതായത് വെള്ളം നിറച്ചതിന് ശേഷം കപ്പലിൽ വെള്ളം നിറച്ചതിന് ശേഷം ആ ഒരു പാരലായിട്ട്, അതായത് നമ്മുടെ ബെർത്തിൻ്റെ പാരലിലേക്ക് കപ്പൽ താഴ്ത്തിയതിന് ശേഷമാണ് നമ്മുടെ ഈ ക്രെയിനുകളെല്ലാം, അതായത് കാൻറ്റിലിവർ റെയിൻ മൗണ്ടഡ് ഗ്രാൻഡി ക്രൈൻ ആവട്ടെ, STS ക്രൈൻ ആവട്ടെ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഈ വീൽസ് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ വീൽസ് വലിയ പാളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉരുട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത്. അതായത് വളരെ ഈസി ആയിട്ടുള്ള ജോലിയല്ല അത്. കാരണം ഒരു ഫ്ലോട്ടിംഗ് ബാർജിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പൊസിഷനിൽ നിന്നും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ ബുദ്ധിമുട്ട് തന്നെ കാണും. എന്നാലും അങ്ങനെ തന്നെയാണ് നിലവിൽ നമ്മുടെ ഷെൻഹുവ 16 ഈ പറയുന്ന ക്രെയിനുകളെല്ലാം നമ്മുടെ ബെർത്തിലേക്ക് അൺലോഡ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണുള്ള ഭാഗത്ത് ഇപ്പം നാച്ചുറൽ സ്റ്റോൺ കുറഞ്ഞിരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹെവി സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലാവട്ടെ, യാർഡ് എക്സ്റ്റൻഷൻ ആവട്ടെ, എല്ലായിടത്തും ഹെവി സ്റ്റോണുകൾ ധാരാളമായി പോകുന്നുണ്ട്. ആ വർക്കുകളെല്ലാം വളരെ പുരോഗമിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ താഴെയും ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഇവിടെ ഫില്ല് ചെയ്തിരിക്കും കാണാൻ സാധിക്കുന്നുണ്ടോ? ഹെവി സ്റ്റോണുകൾ ഇവിടെ എല്ലായിടം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് PO ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നു. വളരെ ദൂരെയായിട്ട് PO ബിൽഡിംഗ് കാണാൻ സാധിക്കുന്നു. ധാരാളം ലോറികൾ നമ്മുടെ യാർഡിനകത്തൂടി പോകുന്നതും എല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് 1-2 പൊസിഷനിലേക്ക് പോയാൽ തന്നെ നമുക്ക് യാർഡ് ക്രെയിനുകൾ എത്രത്തോളം അവിടെ വന്നിട്ടുണ്ടെന്നും അത് നമുക്ക് അറിയാൻ പറ്റുന്ന പൊസിഷനിലേക്ക് നമുക്ക് പോകാം. ഈ വ്യൂവിൽ നിന്ന് അടുത്തത് വ്യൂവിൽ പോയാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ പൊസിഷൻ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വ്യൂ ആണ് ഞാനുള്ളത്. നമ്മൾ ഈ 2 ലോറികൾ നിൽക്കുന്ന തൊട്ടപ്പുറത്ത് നിന്നുള്ള വിഷ്വലാണ് നമ്മൾ കണ്ടത്. യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ടുള്ള വിഷ്വൽസ് നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടർ പോലെ കെട്ടിവരുന്ന ഭാഗം ഇതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇത് എത്രത്തോളം ഹൈറ്റ് കൂടിയിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊന്നും ഈ ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ അല്ലെങ്കിൽ ബാരക്കേഡ് പോലെയുള്ള കെട്ട് നമുക്ക് നാച്ചുറൽ സ്റ്റോണുള്ള കരിങ്കല്ലുകൊണ്ട് കെട്ട് നമുക്കിവിടെ അത് കാണാൻ സാധിച്ചില്ല. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് വെയിലായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു. ശകലം മഴ നനഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതാ നമുക്ക് ബെർത്തിൻ്റെ വശത്തുള്ള ക്രെയിനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ? ഇതാ ക്രെയിനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹെവി എക്സ്കവേറ്ററും പോകുന്നുണ്ട്. തൊട്ട് താഴെയാവട്ടെ ധാരാളം സ്ലാബുകൾ, ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് കുറഞ്ഞിരിക്കുന്നു. സ്ലാബെല്ലാം കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകളും ഇതാ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഇതാ വർക്കേഴ്സെല്ലാം ഓരോ ടെമ്പററി ഷെൽട്ടർ കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ്. അതുകൊണ്ട് 1 മണിയായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്.
ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോൺ കാണാൻ സാധിക്കും. അതുമാത്രമല്ല കാൻറ്റിലിവർ റെയിൻബോ ഗ്രാൻഡ് ക്രെയിൻ E04 നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഷെൻഹുവ 16 നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ വ്യൂ ഒന്നും കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ് നടക്കുന്ന സ്ഥലത്ത് പൊസിഷൻ ബാർജല്ല നമ്മുടെ ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കാൻറ്റിലിവർ റെയിൻബോ ഗ്രാൻഡ് ക്രെയിനുകൾ കാണാൻ സാധിക്കും. അതുമാത്രമല്ല B സീരീസ് ക്രെയിനെല്ലാം ഇറക്കിയിരിക്കുന്നു. നമുക്കിവിടെ നോക്കിയാൽ സൂം ചെയ്താൽ B0Cയും B03, B02, B01 നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ 3 ക്രെയിനുകളാണ് നമ്മുടെ കപ്പലിൽ നിന്നും ഷിപ്പിൽ നിന്നും അൺലോഡ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഇതാ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരുന്നതാണ്. നിലവിൽ മഴ കാരണമാണ്. മഴ മാത്രമല്ല ഫുഡ് കഴിക്കേണ്ട സമയമായി, അതുകൊണ്ടായിരിക്കും വർക്കുകളെല്ലാം നിർത്തി വെച്ച്. എന്നാലും നമ്മുടെ തൊട്ട് താഴെ കൂടി തന്നെ ലോറികളിലെ സ്റ്റോണുമായിട്ട് പോകുന്നത് നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണാൻ സാധിക്കും. കേട്ടോ, ഇതാണ് ഈ ഭാഗത്ത് വിഷ്വൽസ്. ഇവിടെ എല്ലാം കുറച്ചുകൂടി നിരപ്പായിരിക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫെൻസിങ്ങിൻ്റെ വർക്കുകളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് ചേർന്നിട്ടുള്ള ഒരു കരിങ്കൽ ഭിത്തി പോലെ കെട്ടി വരുന്നത്, അതിൻ്റെ വർക്കും ഏതാണ്ട് കംപ്ലീറ്റ് ആയിരുന്നു കാണാൻ സാധിക്കും. കുറച്ചുകൂടി തറയിൽ ഇറങ്ങി നിന്നാൽ കുറച്ചുകൂടി കാണാൻ പറ്റുന്നൊരു വിഷയമുണ്ട്. ഞാൻ അതുകൂടി അങ്ങോട്ടുകൂടി പോകാം, എന്നാലേ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഇതാണ് നമ്മുടെ ഷിപ്പും നമ്മുടെ കാൻറ്റിലിവർ റെയിൻബോ ഗ്രാൻഡ് ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന വ്യൂ. ഇനി നമുക്ക് കുറച്ചുകൂടി താഴെ ഇറങ്ങി നോക്കിയിട്ട് ബാക്കിയുള്ള വർക്കുകളിലോട്ട് നോക്കാം. വളരെ ഹൈറ്റിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി താഴെ ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും. ലോറികൾ ധാരാളമായി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഫെൻസിങ്ങിൻ്റെ തൊട്ടടുത്ത് ഒരു കരിങ്കൽ ഭിത്തി പോലെ കെട്ടി വന്ന സ്ഥലമല്ല, ഒരു വാള് പോലെ കെട്ടി വന്ന സ്ഥലമല്ല, ഏതാണ്ട് പൂർത്തിയായെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബെൽറ്റ് കോൺക്രീറ്റ് തന്നെയാണ്. അത് അപ്പുറത്തോട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത വ്യൂയിലേക്ക് കാണാൻ പോകുമ്പോൾ കുറച്ച് വ്യക്തമാവുള്ളൂ. നമുക്ക് തൊട്ടടുത്ത് PO ബിൽഡിംഗ് കാണാൻ സാധിക്കും. PO ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട്. ആ വർക്കുകൾ കോൺക്രീറ്റിലേക്ക് പോയി കഴിഞ്ഞ് കാണും. കണ്ടോ, അത് കംപ്ലീറ്റ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയും ഈ ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ധാരാളമായിട്ടുണ്ട്. അതും നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ യാർഡ് ക്രെയിനുകൾ. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 11 യാർഡ് ക്രെയിനുകളും 4 STS ക്രെയിൻ ഉൾപ്പെടെ 15 ക്രെയിനാണ്. ഇപ്പോൾ നിലവിലൊരു 6 ക്രെയിൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 21 ക്രെയിൻ ആയിട്ടുണ്ട്. അതിൽ 17 യാർഡ് ക്രെയിനുകളാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് 4 STS ക്രെയിൻ കൂടി വരണം. ടോട്ടൽ വേണ്ടെന്നുള്ളത് നമുക്ക് ഒരു STS ക്രെയിനിന് 3 യാർഡ് ക്രെയിൻ എന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ 8 STS ക്രെയിന് 24 യാർഡ് ക്രെയിനുകൾ. ടോട്ടൽ 24 8 32 ക്രെയിനുകളാണ് നമുക്ക് ടോട്ടൽ ഫസ്റ്റ് ഫേസിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത്. മഴയത്തും വർക്കുകളെല്ലാം നല്ല സ്പീഡിൽ തന്നെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് PO ബിൽഡിങ്ങിൻ്റെ മുന്നിലാണുള്ളത്. നമുക്കിവിടെ കാൻറ്റിലിവർ റെയിൻബോ ക്രെയിൻ C01, E01 നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല തൊട്ട് താഴെയുള്ള ഭാഗം ഞാൻ കാണിച്ചുതരാം. നമ്മൾ നേരത്തെ കണ്ട ഫെൻസിങ്ങിൻ്റെ അടുത്ത് ഒരു കോമ്പൗണ്ട് വാൾ പോലെ കരിങ്കല്ല് കെട്ടി വന്ന ഭാഗം, അതിൻ്റെ മുകളിൽ ബെൽറ്റ് കോൺക്രീറ്റും അതിൻ്റെ മുകളിലും അതിൽ പോലെ തന്നെ നമ്മുടെ സിമൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് പോലെ സിമൻറ്റ് ബ്രിക്സ് ഉപയോഗിച്ച് കെട്ടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മതിലിനോട് ചേർന്ന് തന്നെ കെട്ടുവാണ്. കോമ്പൗണ്ട് വാൾ തന്നെയാണിത്. ഇതാണ് ഇവിടെ കിടക്കുന്ന കുറച്ചുകൂടി അടുത്തുള്ള വ്യൂവിലേക്ക് പോയാലാണ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തൊട്ട് താഴെ ആ വർക്കുകളാണ് നടക്കുന്നത്. കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുള്ള ധാരാളം സ്ലാബുകൾ, ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളുണ്ട്. പിന്നെ ചെറിയൊരു മഴയും വെയിലും കാരണം വർക്കേഴ്സെല്ലാം ടെമ്പററി ഷെൽട്ട് പോലെ ടാർപോളിൻ കൊണ്ട് മൂടിയിട്ട് അവിടെ അത് ഒതുങ്ങിയിരിക്കുവാണ്. കണ്ടോ, അതാണ് ഈ ഭാഗത്ത് നടക്കുന്ന വർക്കുകൾ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ക്രെയിനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു 6 ക്രെയിനോട് വന്ന കാരണം അതിൽ 3 ക്രെയിൻ അൺലോഡും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം ധാരാളം ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും.
അതുമാത്രമല്ല ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് ഷെൻഹുവ 16 നമുക്ക് ഇവിടെ വന്നാലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ക്രെയിൻ അൺലോഡിങ് ചെയ്യുന്ന വർക്കുകൾ നടക്കുകയാണ് ഇപ്പോൾ. ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലോട്ടിംഗ് പൊസിഷനിൽ നിന്നും സ്റ്റേബിളായിട്ട് പൊസിഷനിലേക്ക് ക്രെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല റിസ്ക് ഉള്ളത് തന്നെയാണ്. കാരണം തിരമാലയുടെ ശക്തി നോക്കണം, കാറ്റ്, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ കുറച്ചുകൂടി ക്ലിയർ കിട്ടില്ല. ഈ ക്രെയിന് കാരണം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. പിന്നെ പലരും ചോദിച്ചു അവിടെ ചെന്ന് അൺലോഡിങ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ അകത്ത് പോകാൻ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടില്ല. പെർമിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അൺലോഡിങ് വീഡിയോ ചെയ്തേനെ. നമുക്ക് പെർമിഷൻ കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പെർമിഷൻ അവർ കൊടുക്കില്ല. കാരണം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് പെർമിഷൻ കിട്ടാത്തത്. പോർട്ടിൻ്റേതായിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റി ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് പെർമിഷൻ കിട്ടാതെ. എന്നാലും നമ്മൾ ഉള്ള പരിമിതിയിൽ നിന്ന് മാക്സിമമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് പിന്നെയും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ വരുന്നതും നിങ്ങളുടെ ആ സപ്പോർട്ട് തന്നെയാണ്. അതോടൊപ്പം എനിക്കൊരു ലൈക്ക് കൂടി തരണം. ലൈക്ക് വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തൊട്ട് താഴെ ഒരു ലോറി പോകുന്നു, നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് പോയാൽ, അതായത് ആ കാണുന്ന പൊസിഷനിലേക്ക് പോയാൽ മാത്രം, PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്ത് പോയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജ് നാച്ചുറൽ സ്റ്റോൺ കയറ്റുന്നതും നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ ഫുള്ള് സ്ട്രക്ചർ കിട്ടുന്ന വ്യൂ കിട്ടുന്നെങ്കിലും നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്ത് എത്തണം. നമുക്കിനി അടുത്ത വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശം, അതായത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മളുള്ളത്. ഇത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഇവിടെ കൂട്ടിയിട്ടിരുന്നതാണ്. ഇപ്പോൾ വളരെ പകുതിയോളം അത് കുറഞ്ഞിരിക്കുന്നു. കാരണം ധാരാളം നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ ബലപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സൈഡ് ഭാഗത്തെല്ലാം ലെവൽ ചെയ്യുന്നതിന് വേണ്ടി ഈ നാച്ചുറൽ സ്റ്റോൺ, തരംതിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണുകൾ മാത്രമാണ് പോകുന്നത്. ഇത് ആദ്യം മുതലേ നമ്മുടെ വീഡിയോയിൽ ഈ തരംതിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോൺ കൊടുക്കുന്ന ഡംപ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ നാച്ചുറൽ സ്റ്റോണുള്ള ഇങ്ങനെ നിലവിൽ ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജ് ഉപയോഗിച്ച് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നാണ് അത് നിറയ്ക്കുന്നത്. നമ്മൾ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ചാണ് നിറയ്ക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ധാരാളം ലോറികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഉച്ചയായതുകൊണ്ടാണ് വർക്കൊന്നും അധികം നമുക്ക് കാണാൻ സാധിക്കാത്തത്. എന്നാലും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇവിടെ എല്ലാം ഒരു ഗ്രൗണ്ട് പോലെ ലെവലാക്കിയിരിക്കുന്നു. ഇവിടെയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ധാരാളം നാച്ചുറൽ സ്റ്റോണുകൊണ്ട് നിറഞ്ഞ സ്ഥലങ്ങളായിരുന്നു ഇവിടെയെല്ലാം. ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ ഒരു ലെവലായിരിക്കുന്നുണ്ടോ. ലോറികളെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, അതിൻ്റെ കുറച്ച് മുന്നേ ആക്രോപോഡ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഒരു പൊസിഷൻ, ആക്രോപോഡ് ഫുള്ളായിട്ട് കാണുന്നൊരു പൊസിഷനുണ്ട്. നമുക്ക് ആ വ്യൂവിലേക്ക് തന്നെ പോകാം. ഈ ഇഞ്ചിൻലെസ് ബാർജിന് സ്റ്റോൺ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതേപോലുള്ള ചെറിയ ചെറിയ ബോട്ടുകളാണ്. നമ്മൾ ഈ കാണുന്ന ഈ ബോട്ടുകളാണ് ഇഞ്ചിൻലെസ് ബാർജിനെ ടൈ ചെയ്ത് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ താഴെ ഈ കാണുന്ന ഭാഗത്തെല്ലാം നമുക്കറിയാം ഫെൻസിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഫെൻസിങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ സ്ഥലത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സിമൻറ്റ് കല്ലുകൊണ്ടുള്ള ഒരു മതിൽ പോലെ, മതിലെന്ന് തന്നെ പറയാൻ പറ്റും, കോമ്പൗണ്ട് വാൾ തന്നെ കെട്ടി വരുന്നുണ്ട്. അത് ഇവിടെയും നടക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തെല്ലാം ആ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തു നിന്നും നമ്മുടെ യാർഡിനകത്തോട്ട് അല്ലെങ്കിൽ പോർട്ടിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വിഷ്വലാണിത്. ഉണ്ടോ, ഇപ്പോൾ ആ ഭാഗത്തെല്ലാം നീല ക്രെയിനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് STS ആയിക്കോട്ടെ, കാൻഡിലിവർ ക്രെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ ആയിക്കോട്ടെ, വളരെ ഭംഗിയാണ് കാണാൻ. പല നിറത്തിലുള്ള കണ്ടെയ്നറും നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇവിടെ എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഈ ഭാഗത്ത് കാണുന്ന വിഷ്വൽ. ഇപ്പോൾ കുറച്ച് വെയിലായിട്ടുണ്ട്, കുറച്ച് മഴയായിരുന്നു. ഇതാണ് ഈ ഭാഗത്ത് വിഷ്വൽ. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഈ ഭാഗത്ത് വീഡിയോ എല്ലാവർക്കും സുപരിചിതമാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോർട്ടിൻ്റെ ഫെൻസിങ് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ മുറിച്ചെടുത്ത വീഡിയോ അല്ലെങ്കിൽ പല ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്തത് ഒറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്താണ്, കാറ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് വരുന്നത്. പലരുടെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടി വന്നുകൊണ്ട് അത് കാണിക്കാൻ സാധിച്ചു. ഇവിടെയാണ് ആ ഗ്രൗണ്ട് വരുന്നത്. അതുമാത്രമല്ല, ധാരാളം നാച്ചുറൽ സ്റ്റോൺ ഉള്ള സ്ഥലത്തെല്ലാം അത് കുറഞ്ഞിരിക്കുന്നു. പല ഭാഗത്തേക്ക് സ്റ്റോണ് കൊണ്ടുപോയത് കൊണ്ടാണ് അത് കുറഞ്ഞത്. ഇവിടെ ഇങ്ങോട്ട് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നേരത്തെ കണ്ട
എഞ്ചിൻലെസ് ബാർജ് കാണാൻ സാധിക്കുന്നു, എക്സ്കവേറ്ററും കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ വന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ പൂർണ്ണ തോതിൽ കാണാൻ സാധിക്കുന്നുണ്ടോ. അതാണ് നമ്മളെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് B01, C01, D01, E01 ഇങ്ങനെ സീരീസിൽ, അതായത് BCDE ഇങ്ങനെ 4 സീരീസിലെ ക്രെയിനുകളെല്ലാം നിരത്തി വെച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് വളരെ ഭംഗിയാണ്. ഇനി A സീരീസിലെ ക്രെയിൻ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ABCDE എന്ന് പറയുന്ന 5 സീരീസിലെ ക്രെയിനുകളെല്ലാം നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തലയുയർത്തി നിൽക്കുന്ന 4 STS ക്രെയിന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്ഡേഷൻ. ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 35ൻ്റെ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഷെൻഹുവ 35 ആവട്ടെ സിംഗപ്പൂർ ലക്ഷ്യമാക്കി ഷിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് ആവട്ടെ 14.2 നോട്ടിക്കൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 4/22/2024 2:30 PM ആണ്. അത് ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നതാവട്ടെ 4/13/2024 1:18 PM ഞാൻ ഇൻഫോ റിസീവ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് പോർട്ടിൽ നിന്നാണ്. ചാൻസിങ് ഐലൻഡ് നമുക്ക് സൂം ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ ചാൻസിങ് ഐലൻഡ്. ഈ ചാൻസിങ് ഐലൻഡിലെ ഈ പോർട്ടിൽ നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ക്രെയിനുമായി ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഷെൻഹുവ 35 ഇപ്പോൾ വരുന്നത്. നമ്മൾ ക്രെയിൻ ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷിപ്പാവട്ടെ നമ്മുടെ ഈ ചാൻസിങ് പോർട്ടിൻ്റെ വെളിയിലൂടെ വന്നതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈസ്റ്റ് ചൈന സീ വഴി, തായ്വാൻ വഴി, ഹോങ്കോങ് പിന്നിട്ടതിന് ശേഷം സൗത്ത് ചൈന സീ വഴി ഇപ്പോൾ എത്തിയിരിക്കുന്നത് സിംഗപ്പൂർ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷെൻഹുവ 35. അതിനുശേഷം സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക കടലിടുക്ക് പിന്നിട്ടതിന് ശേഷം നമ്മുടെ ആൻഡമാൻ നിക്കോബാർ സീ വഴി നമുക്കെല്ലാവർക്കും സുപരിചിതമായ ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മൾ ഈ കാണുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് നമ്മുടെ ഷെൻഹുവ 35 വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷിപ്പിൻ്റെ കറണ്ട് പൊസിഷൻ. ഇനി ഒരു ഷിപ്പ് കൂടിയുണ്ട്. നമുക്ക് ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കൂടി നോക്കാം. ഷെൻഹുവ 34 ആവട്ടെ നമ്മൾ ഈ കണ്ട നേരത്തെ തന്നെ പറഞ്ഞ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിൻ്റെ ഈ പോർട്ടിൽ തന്നെ ഷെൻഹുവ 34 നിലവിലുണ്ട്. ഷെൻഹുവ 16, ഷെൻഹുവ 34, ഷെൻഹുവ 35. ഇനി ഷെൻഹുവ 34 കൂടിയാണ് വരേണ്ടത്. ഇതിപ്പോൾ ചാൻസിങ് ഐലൻഡ് തന്നെയുണ്ട് ഷെൻഹുവ 34. ഇതാണ് വിഴിഞ്ഞത്തേക്ക് വന്നു കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ ഷിപ്പുകളുടെ കറണ്ട് സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് ആദ്യമായി നിങ്ങളിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.